ഹായ് ഹലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഞ്ചായത്തിൽ സബ്സിഡി കിട്ടിയപ്പോൾ മേടിച്ച ഒരു ഡ്രില്ല് നമ്മൾ കണ്ടായിരുന്നു. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ലുകളാണിത്. ഇത് ഓരോന്നും ഓരോരോ ചെറിയ ചെറിയ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് നോർമൽ തടിയൊക്കെ തുളയ്ക്കുന്ന ഡ്രില്ലാണ്. ഇത് വരുന്നത് നമുക്ക് ഹാമർ ഡ്രില്ലാണ്. ഇത് നമുക്ക് കോൺക്രീറ്റൊക്കെ തുളയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ചെറിയ ചെറിയ തുളകൾ വെയിറ്റ് കുറവാണ്. അപ്പോൾ ചെറിയ ചെറിയ തുളകൾ തുളയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രില്ലാണ്. ഇത് രണ്ടുണ്ട്, ഹാമറും ഉണ്ട്, നോർമൽ തടി തുളയ്ക്കാൻ പറ്റുന്ന ഡ്രില്ലാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബാറ്ററി ഡ്രില്ലാണ്. ഇത് മക്കിത്ത എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രില്ലാണ് വരുന്നത്. ഇതിന് നമുക്ക് മെയിനായിട്ടും ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണത്. ഇത് 2 ബാറ്ററിയാണ് ഉള്ളത്. ഇതെന്ന് പറയുമ്പോൾ 10.8 വോൾട്ടേജിൻ്റെ 1.3 AHൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇത് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പണിയാനൊക്കെ പോകുമ്പോൾ ജനലിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ സ്ക്രൂ വിരിച്ച് കയറ്റാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പോയിൻ്റ് കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. നമുക്കിനി ഡ്രില്ല് ഉപയോഗിക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടാം. നമ്മൾ സാധാരണ എല്ലാവരും ഡ്രില്ല് പിടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നമ്മൾ ഡ്രില്ല് യൂസ് ചെയ്യരുത്. ഇങ്ങനെ പിടിച്ചിട്ടുള്ള നമ്മൾ ഹൈ ടോർക്കുള്ള ഡ്രില്ല് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തുളയ്ക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈക്കിടെ കുഴയിൽ എപ്പോഴും ലോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡ്രില്ല് ഈ ഒരു പോർഷൻ അവർ ഓൾറെഡി ഡ്രില്ല് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ ഈ എഡ്ജ് നമ്മുടെ ഈ 2 കൈയിലെ എഡ്ജ് കയറ്റി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലും കൊണ്ടാണ് നമ്മൾ പുഷ് ബട്ടൺ അമർത്തേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഡ്രില്ല് യൂസ് ചെയ്യേണ്ടത്. ഈ അടുത്ത് നോക്കാൻ പോണത് ഇതിനകത്ത് ബിറ്റ് ലോഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാനാണ്. ഇത് ഓൾറെഡി ഇത് രണ്ടും വരുന്ന ഹാമറും നോർമൽ ഇതും വരുന്ന ഡ്രില്ലാണിത്. ഇങ്ങനെ ബിറ്റ് ലോഡ് ചെയ്യണം നോക്കാം എങ്ങനെയാണ്. നമ്മൾ ആദ്യം ബിറ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം ഹാൻഡായിട്ട് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിന് 3 ഹോളുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണെന്നാലും ഈ 3 ഹോളിൽ നമ്മൾ ഒരേപോലെ ടൈറ്റ് കൊടുത്താലാണ് ഇതിൻ്റെ ഓരോ പല്ലും ഈ ബിറ്റിൽ കയറി ടൈറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഡ്രില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഡ്രില്ലിന് എല്ലാ ഡ്രില്ലും ഉള്ളതാണ്. ഈ ഡ്രില്ലിന് നമുക്ക് മുകളിലൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് ബെൽറ്റിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ അങ്ങനെ ബെൽറ്റിൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഹെവി വെയിറ്റ് ആണ്. ഇത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റാൻഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡ്രില്ലും ഉണ്ട്. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ പുഷ് ബട്ടൺ ഞെക്കി വെച്ചിട്ട് ലോക്കാക്കി വെക്കാനുള്ള ഇതും അതും എല്ലാ ഡ്രില്ലും ഉള്ളതാണ്. എല്ലാ ഡ്രില്ലും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമുക്കിനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ അയക്കേണ്ടതാണ്. പിന്നെ നമുക്കിനി അടുത്തൊരു എക്യുപ്മെൻ്റായിട്ട് കാണാം. ബൈ.